ബാക്ക് ഗാർഡനിലെ കാഴ്ചകളാണ്. ഇത് എൻ്റെ റോസസ് പൂവിടാനായി റെഡിയായി നിൽക്കുന്ന കാഴ്ചയാണിത്. നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള റോസസാണ്. ഇതിൽ പൂവുണ്ടാകുമ്പോൾ ഒരില പോലും കാണത്തില്ലാത്ത പോലെ ഇത് നിറയെ പൂവിടും. ആ കാണുന്നത് യെല്ലോ റോസസ് ആണ്. ഇതിലല്പം ഇലകൾക്ക് അല്പം ഫംഗസ് ബാധ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ ട്രീറ്റ് ചെയ്യണം. ഇന്നലെ മുതൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസം കൂടുമ്പം ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ലെമൺ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന ഒരു രോഗമാണ്. മിക്ക റോസുകളിലും കാണാറുള്ളതാണ്. കാട്ടിലൂടെയാണ് അത് സ്പ്രെഡാകുന്ന മറ്റു റോസസിലേക്ക്. ഞാൻ ഈ റോസസിന് അധികം കെയറൊന്നും ചെയ്യാറില്ല. ഞാൻ കൊടുക്കുന്നത് നമ്മുടെ പഴത്തിൻ്റെ തൊലി, ഇഷ്ടംപോലെ പഴത്തിൻ്റെ തൊലി വരും പിള്ളേരൊക്കെ കഴിച്ചു കഴിയുമ്പം. ആ തൊലി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ആ ബനാന പീൽ ഞാൻ വെള്ളം ഒഴിച്ചു വെക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കും. അപ്പോൾ ഞാൻ ആ വെള്ളം അരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് റോസിന് നല്ലപോലെ തളിച്ചു കൊടുക്കുകയാണ് പൊതുവേ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ചെയ്യുന്നത് മുട്ടയുടെ തോട് നന്നായി ക്രഷ് ചെയ്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അത് നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ആ പൊടി റോസിൻ്റെ ചുവട്ടിൽ നന്നായി ഞാൻ ഇട്ട് കൊടുക്കും. ഈ 2 മരുന്ന് മാത്രമാണ് ഞാൻ ഈ റോസസിനായി ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാ വർഷവും ഈ റോസസിൽ നിറയെ പൂവുണ്ടാകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ് മുട്ടയുടെ തോട് പൊടിച്ചതും പിന്നെ ബനാന സ്കിൻ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ ഫെർട്ടിലൈസറും. അപ്പോൾ എല്ലാവരും മുട്ടയുടെ തോടും കളയരുത്, ബനാനയുടെ സ്കിന്നും കളയരുത്. അവയെല്ലാം നമുക്ക് ചെടികൾക്കൊക്കെ നാച്ചുറൽ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ഗാർഡനിൽ പുറകിൽ ഒരു ട്രീ കാണിക്കാം. കാണത്തില്ല, ബേഡ്സ് വന്ന് ചെറുപ്പ് ചെയ്യുന്നത് കേൾക്കാം. തീരെ ചെറിയ റോബിൻ ബേഡ്സാണ്, കാണാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല. ഇങ്ങനെ പുറകിലെ ഓരോ ചെടികളാണ്, മരങ്ങളൊക്കെയാണ്. ഇപ്പോൾ ചെടികൾ പൂവുണ്ടാക്കാനായി റെഡി ചെയ്യുകയാണ്. പക്ഷെ മരങ്ങളിലെല്ലാം നിറയെ പൂക്കളാണ്. ഇതാണ് ബനാനയുടെ സ്കിൻ പീല് ചെയ്ത് ഒരു 4 ദിവസം മുമ്പ് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ബനാനയുടെ പീല് 4 ദിവസം മുമ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നത് അരിച്ചെടുക്കുകയാണ്. നമുക്ക് ഇനി ഇത് കളയാം. ഇനി നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് വേണം, ഇതിൻ്റെ കളർ മാറിയത് കണ്ടോ, ഇത് ഡൈല്യൂട്ട് ചെയ്ത് വേണം നമുക്ക് റോസസിന് ഒഴിക്കാൻ. നമുക്ക് ഇനി ഇത് റോസിന് ഒഴിച്ചു കൊടുക്കാം. ഇത് മുട്ടയുടെ തോട് പൊടിച്ചതാണ്. ഇത് നമുക്ക് റോസിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ റോസിനായി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ റോസസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാം. എങ്ങനെയാണ് ഇതിൽ റോസിൽ പൂണ്ടാകുമ്പോൾ ഇരിക്കുന്നതെന്ന് കാണാം. ഒത്തിരിയേറെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസ് അപ്ഡേറ്റഡായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.